എവിടെ പോയിട്ടാണ് ഈ വരുന്നത്? ഓസ്കിയുടെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയാ. അല്ല, ഇവിടെ സ്റ്റുഡന്റ് വിസയിലല്ലേ വന്നത്, പിന്നെ എന്തിനാ ഈ ഓസ്കിയുടെ ക്ലാസ്സിൽ പോണത്? ആക്ച്വലി ഞാൻ നേഴ്സാണ്. ഞാനൊരു 2 years നേഴ്സായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ OET ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് പറയാനാ, UK ഇൻഡെക്സ് നിർത്തിയത് കൊണ്ട് നമ്മൾ OETയും CBT ഒക്കെ എത്രയും പാസ്സായിട്ട് അതിൽ നമുക്ക് മുന്നോട്ട് റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും നടന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുവാണെങ്കിൽ ഞാനിപ്പോൾ MSc നേഴ്സിംഗ് എടുക്കാൻ വന്നിരിക്കുന്നത്. അതും ചെയ്യാം, അതിനൊപ്പം തന്നെ എനിക്ക് ഓസ്കി എടുക്കാം, എൻ്റെ പിന്നും കളക്ട് ചെയ്യാം. സോ 1 year കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഒരു ആഡ് പോയിന്റ് ആണ് ഈ MSc നേഴ്സിംഗ് എന്ന് പറയുന്നത്. യെസ്, ഓഫ് കോഴ്സ്. പിന്നെ നമ്മളുടെ ആ ഒരു ഇത് വിട്ട് പോകുന്നില്ലല്ലോ. BSc നേഴ്സിംഗ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുത്തു, MSc നേഴ്സിംഗ് ആയി, നമുക്ക് അവിടെയും ഒരു പ്ലസ് പോയിന്റ് പ്രിവിലേജ് ആയിട്ടല്ലേ കിട്ടുന്നത്. സോ ട്രെൻഡ് ഇതാണോ എന്നറിയില്ല, മേ ബി ട്രെൻഡ് സെറ്റേഴ്സ് ഒക്കെ ഞങ്ങളായിരിക്കും. ആക്ച്വലി എക്സ്പീരിയൻസ് പറയാന്ന് വെച്ചാൽ ഞാൻ 4 days മുന്നേ വന്നത്. ഞാൻ 28th ഇവിടെ വന്ന് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഓസ്കിന്റെ ക്ലാസ്സിന് ഇങ്ങോട്ട് വന്നു, ഫോർഷേഴ്സിലേക്ക് വന്നു. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്ക് ആണ്. സോ അതിനു മുന്നേ ഞാൻ ഇതെല്ലാം ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ നേരം ഈ ഹറിബറി വരില്ലല്ലോ. നല്ലതല്ലേ, അത് നമുക്കൊരു പ്രിവിലേജ് അല്ലേ. ഒരു നേഴ്സായിരിക്കും, നമുക്ക് UK പിൻ നമ്പറും ഉണ്ട്, നമ്മൾ MSc ചെയ്തോണ്ടിരിക്കുകയാണ്, അവിടെയും നമുക്ക് ഒരു ആഡ് പോയിന്റ് ഉണ്ട്. സോ നമുക്ക് കുറവെന്ന് പറയാനൊന്നും ഇല്ലല്ലോ, എല്ലാം കൂടുതലല്ലേ ഉള്ളൂ. കോൺഫിഡൻസ് ഉണ്ട്.